നമസ്തേ. ചാപ്റ്റർ 3 അടുത്ത സാമൂഹ്യ സ്ഥാപനം. അവിടെ നമ്മൾ വിവാഹം പഠിച്ചു, മാരേജ്, കുടുംബം പഠിച്ചു, ഫാമിലി. ദെൻ പിന്നെന്താ പഠിച്ചത്? രാഷ്ട്രീയം പഠിച്ചു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മതം എന്ന് പറയുന്ന സാമൂഹിക സ്ഥാപനത്തിനെ കുറിച്ചാണ്. റിലിജിയൻ ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് 2 പേജ് നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ക്ലാസ്സിനകത്ത് കുറച്ച് കൂടുതൽ ഇംഗ്ലീഷും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലീഷ് കുട്ടികൾക്കും കൂടെ നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ഇന്ന് ക്ലാസ് പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ മതത്തിൻ്റെ 2 ഭാഗം മാത്രം പഠിച്ചിട്ട് ഒരു ഭാഗവും പിന്നെ അടുത്ത ക്ലാസ്സിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഭാഗവും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത ക്ലാസ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മതം, മതം എന്താണെന്നൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ. ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികൾക്കും ഒക്കെ പ്രത്യേകതരം മതങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മതം എന്ന് പറയുന്നത് നമ്മൾ മതപരമായി പഠിക്കുന്നതും സമൂഹശാസ്ത്രപരമായി പഠിക്കുന്നതും വ്യത്യസ്തമാണ്. മതപരമായി നമ്മൾ മതം പഠിക്കുവാനായിട്ട് ഇപ്പോൾ ഹിന്ദുക്കളുടെ മതമാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി മതപരമായി നാം മതം പഠിക്കാൻ പോകുമ്പോൾ ഹിന്ദു മതത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു, ഒരു ഹിന്ദു എങ്ങനെ ആയിരിക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മതപരമായി നമ്മൾ മതം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മൾ സമൂഹശാസ്ത്രപരമായി നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു മതത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ എന്താണ്, എന്തിനു വേണ്ടിയാണത്, സമൂഹത്തിൽ അത് എന്ത് ഗുണമാണ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള മതത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ചായിരിക്കും സമൂഹശാസ്ത്രത്തിൽ മതത്തിനെ കുറിച്ച് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു മതത്തിനെയും ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ഓരോ മതങ്ങളെയും നമ്മൾ ചിലപ്പോൾ താരതമ്യം ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അതുപോലെ ഓരോ മതങ്ങളുടെയും ഗുണങ്ങൾ കണ്ടെത്തുന്നു. ഒരു മതത്തിനെയും നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല. അങ്ങനെ ആണ് നമ്മൾ സമൂഹശാസ്ത്രത്തിൽ മതത്തിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മതത്തെക്കുറിച്ചുള്ള സമൂഹശാസ്ത്ര കാഴ്ചപ്പാടും മതപരമായ കാഴ്ചപ്പാടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മതപരമായ കാഴ്ചപ്പാടിനെ കുറിച്ച് അധികം ഒന്നും പറയുന്നില്ല. നമ്മൾ സമൂഹശാസ്ത്രപരമായ കാഴ്ചപ്പാട് എങ്ങനെയാണ് ഹൗ ഈസ് ദ സോഷ്യോളജിക്കൽ സ്റ്റഡി ഓഫ് റിലിജൻ ഡിഫറെൻറ്റ് ഫ്രം ദ റിലീജിയസ് സ്റ്റഡി ഓഫ് റിലിജൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 3 പോയിന്റ് കൂടെ ഒന്നിച്ച് വേഗം പറഞ്ഞിട്ട് ഞാൻ അതിനെ പിന്നെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഒന്നെന്ന് പറയുന്നത് സമൂഹശാസ്ത്രത്തിൽ നമ്മൾ അനുഭവസിദ്ധമായ പഠനങ്ങൾ ഉപയോഗിച്ചാണ് മതത്തിനെ കുറിച്ച് പഠിക്കുന്നത്. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് നടക്കുന്നു മതത്തിൽ എന്നുള്ള ആ ഒരു ആശയങ്ങൾ സത്യസന്ധമായി മതത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, മതത്തിന് മറ്റു സാമൂഹ്യ സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ത് തുടങ്ങിയിട്ട് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു ഒരു രീതി. പിന്നെ വേറൊരു രീതിയിൽ നമ്മൾ താരതമ്യ പഠന രീതിയും സമൂഹശാസ്ത്ര മതത്തിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. അതായത് പക്ഷപാതമില്ലാതെ പഠിക്കുവാനായിട്ട് ഈ ഒരു താരതമ്യ പഠന രീതി നമ്മെ സഹായിക്കുന്നു. എല്ലാ മതങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നു, എല്ലാ സമൂഹത്തിലുള്ള മതങ്ങളെക്കുറിച്ചും പഠിക്കുന്നു. എന്നിട്ട് അതിനെല്ലാം നമ്മൾ താരതമ്യം ചെയ്യുന്നു. ഒരിക്കലും നമ്മൾ ആ മതത്തിനെ ഒരു രീതിയിലും ഒരു പക്ഷപാതപരമായിട്ടൊന്നും ആയിരിക്കില്ല ഒരു സമൂഹശാസ്ത്രജ്ഞൻ മതത്തിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ സമൂഹശാസ്ത്രം അനുഭവസിദ്ധമായ പഠനങ്ങൾ നടത്തുന്നു. രണ്ടാമത്തത് സമൂഹശാസ്ത്രം താരതമ്യ പഠന രീതിയാണ് ഉപയോഗിക്കുന്നത്, കമ്പാരറ്റീവ് സ്റ്റഡിയാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തത് മതവിശ്വാസങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയെ സംസ്കാരത്തിന്റെ മറ്റു തലങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠിക്കുന്നു. മറ്റ് സമൂഹത്തിലുള്ള മറ്റ് ആശയങ്ങൾ, കുടുംബമുണ്ട്, സാമ്പത്തികമുണ്ട്, രാഷ്ട്രീയ ജീവിതമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഇവയുമായിട്ടൊക്കെ മതം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ നമ്മൾ മതത്തിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പൊ അത് ചിലപ്പോൾ മറ്റ് സമൂഹങ്ങളിലുള്ള കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമുള്ള സാമ്പത്തികമായിട്ടുള്ള ആശയങ്ങളായിരിക്കാം. ഇത് ഈ മതത്തിന് ഇവരുമൊക്കെ ആയിട്ടുള്ള ബന്ധം എന്ത് എന്ന രീതിയിൽ നമ്മൾ മതത്തിനെ പഠിക്കുന്നു. അങ്ങനെ മതത്തിനെ നമ്മൾ 3 രീതിയിലാണ് സോഷ്യോളജിസ്റ്റുകൾ പഠിക്കുന്നത്. അപ്പോൾ സോഷ്യോളജി യൂസസ് ഇംപിരിക്കൽ മെത്തേഡ്. അനുഭവസിദ്ധമായ പഠനം എന്ന് പറയുമ്പോൾ അതിന് ഇംപിരിക്കൽ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഫാക്റ്റുകൾ, നമ്മൾ ശരിയായിട്ടുള്ള സത്യങ്ങൾ പഠിക്കും. ഇംപിരിക്കൽ മെത്തേഡ് ടു സ്റ്റഡി റിലിജൻ, അതായത് ഹൗ റിലിജിയൻ ഫങ്ഷൻസ് ആൻഡ് ഇറ്റ്സ് റിലേഷൻസ് വിത്ത് അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് സത്യസന്ധമായിട്ട് ഇംപിരിക്കൽ മെത്തേഡ് ഒബ്സർവ് ചെയ്തിട്ട് ഇംപിരിക്കൽ മെത്തേഡിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അനുഭവസിദ്ധമായ പഠനം എന്നതിനെ പറയുന്നു. രണ്ടാമത്തത് വി യൂസ് കമ്പാരറ്റീവ് മെത്തേഡ് ടു സ്റ്റഡി റിലിജിയൻ. മൂന്നാമത്തെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് റിലീജിയസ് ബിലീഫ്സ്, പ്രാക്ടീസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് in relation to other aspects of society
ആൻഡ് സോഷ്യോളജി സ്റ്റഡീസ് റിലിജൻ വിത്തൗട്ട് ബയാസ് ആൻഡ് പ്രിജുഡൈസ്. ഒരു തരത്തിലുള്ള എന്താ പറയുക പക്ഷപാതവും ഇല്ലാതെയാണ് നമ്മൾ സോഷ്യോളജിയിൽ റിലിജനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി ശരിക്ക് ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മതപരമായി എങ്ങനെ പഠിക്കുന്നു എന്നും കൂടെ നോക്കണം. ഇപ്പം നിങ്ങൾ പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നു, അവിടെ പോകുമ്പോഴും നമ്മൾ എപ്പോഴും നമ്മുടെ മതത്തിൻ്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റു മതങ്ങളുടെ മേന്മകളെക്കുറിച്ചൊന്നും നമ്മൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലുള്ള മതങ്ങളെക്കുറിച്ച് ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ മതം എന്തു പറയുന്നു, നാം എങ്ങനെ ആ മതത്തിൽ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മതപരമായ കാഴ്ചപ്പാടിൽ പറയുന്നത്. മതപരമായ കാഴ്ചപ്പാടിൽ ഒരു തെറ്റുണ്ട്. കാഴ്ചപ്പാടിൽ മതത്തിന്റെ ആശയങ്ങൾ, ആരാധന രീതികൾ, മതഗ്രന്ഥങ്ങൾ, ധർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ ഒക്കെ നമ്മൾ മതപരമായിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിലീജിയസ് സ്റ്റഡി ഓഫ് റിലിജിയൻ ഈസ് ബയാസ്ഡ്, പ്രിജുഡൈസ്ഡ് ആൻഡ് ജഡ്ജ്മെന്റൽ, ആൻഡ് വി ലേൺ the ideologies, the praying method, the what do you call, the റിലീജിയസ് ബുക്സ്, ഖുറാൻ, അതുപോലെ ക്രിസ്തു മതക്കാരുടെ പുസ്തകങ്ങൾ, ഹിന്ദുക്കളുടെ വേദങ്ങൾ, അങ്ങനെ ഉള്ള ബൈബിള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളുടെ മതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ മതപരമായ കാഴ്ചപ്പാടിൽ പഠിക്കുന്നത്. അപ്പം ഇതാണ് സമൂഹശാസ്ത്രപരമായിട്ടുള്ള ഒരു മതത്തിനെ കുറിച്ചുള്ള പഠനവും മതത്തിനെ കുറിച്ചുള്ള പഠനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തത് വളരെ എളുപ്പമാണ്. ഒന്ന്, അനുഭവസിദ്ധപരമായ പഠനം വഴി സമൂഹശാസ്ത്രം മതത്തിനെ കുറിച്ച് പഠിക്കുന്നു, താരതമ്യ പഠന രീതി വഴി സമൂഹശാസ്ത്രം മതത്തിനെ കുറിച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സംസ്കാരത്തിൻ്റെ മറ്റു തലങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മതത്തിനെ കുറിച്ച് പഠിക്കുന്നു. കുടുംബം, രാഷ്ട്രീയം, രാഷ്ട്രീയ ജീവിതം ഇവയുമായൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടും നമ്മൾ സമൂഹശാസ്ത്രത്തിൽ മതത്തിനെ കുറിച്ച് പഠിക്കുന്നു. എന്നാൽ മതപരമായ കാഴ്ചപ്പാടിൽ മതത്തിൻ്റെ അവനവൻ ഉൾക്കൊള്ളുന്ന മതത്തിൻ്റെ ആശയങ്ങളും ആരാധന രീതികളും മതഗ്രന്ഥങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ അവിടെ പഠിക്കുന്നത്. അപ്പോൾ അത് ഇച്ചിരി മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും. അപ്പോൾ എംപിരിക്കൽ മെത്തേഡ്, കമ്പാരറ്റീവ് മെത്തേഡും, അത് പിന്നെന്താണ്, ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് റിലീജിയസ് ബിലീഫ്സ്, പ്രാക്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ റിലേഷൻ ടു അതർ ആസ്പെക്ട് ഓഫ് സൊസൈറ്റി എന്നുള്ളതാണ്. ഇനി നമ്മൾ മതത്തിൻ്റെ സവിശേഷതകൾ, ഇത് സാധാരണ ചോദിക്കുന്നതാണ്. ഫീച്ചേഴ്സ് ഓഫ് റിലിജൻ, ഇത് വളരെ എളുപ്പവുമാണ്. അതായത് ഇത് എല്ലാ മതങ്ങൾക്കും പ്രധാനമായിട്ടും ഈ പറയുന്ന 3 സവിശേഷതകൾ ഉണ്ടായിരിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലിജൻ എന്ന് പറയുന്നു. മതത്തിന് പൊതുവായിട്ട് ഈ 3 സവിശേഷതകൾ ഉണ്ടായിരിക്കാം. പൊതുവായിട്ടുള്ള സവിശേഷതകളാണ് പറയുന്നത്. ഇത് 6 മാർക്കിന് ചോദിച്ചാൽ അപ്പുറത്തെ പേജിലും കൂടെ ഉള്ള എല്ലാം കൂടെ ചേർത്ത് എഴുതാം. അതല്ല 3 മാർക്കിനൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു 4 മാർക്ക് 5 മാർക്കിനൊക്കെ ആണെങ്കിൽ 3 മാർക്കിന് ചോദിച്ചാൽ ഈ 3 ഹെഡിങ് എഴുതിയാലും മതിയാവും. ഓക്കെ, മതത്തിൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങൾക്കും ഒരു കൂട്ടം ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. ഈ ചിഹ്നങ്ങൾ നമുക്ക് ആദരവ്, ഭയം, ഭക്തി തുടങ്ങിയ വികാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വളർത്തുന്ന ചില ചിഹ്നങ്ങളൊക്കെ മതത്തിൻ്റെ സവിശേഷതയാണ്. സെറ്റ് ഓഫ് സിംബൽസ് ഇൻവോക്കിംഗ് ഫീലിങ്സ് ഓഫ് ഓ, ഫിയർ, റെസ്പെക്ട്, എക്സെട്ര. ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഇപ്പം ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് ഓം. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹിന്ദുവിന് ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു ക്രോസിൻ്റെ പടം, ഒരു ബൈബിള് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു വേദപുസ്തകം കാണുമ്പോൾ, ഒരു ഖുർആൻ കാണുമ്പോൾ, മുസ്ലിങ്ങളുടെ ഈ ചിഹ്നം കാണുമ്പോഴൊക്കെ അതാത് മതവിശ്വാസികൾക്ക് പ്രത്യേകതരം ഒരു ആദരവോ ഭയമോ ഭക്തിയോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം അതാണ് എന്ത്, മതത്തിനകത്ത് ഒരു കൂട്ടം ചിഹ്നങ്ങളുണ്ട്. ഈ ചിഹ്നങ്ങൾ മനുഷ്യരുടെ മനസ്സിൽ ആദരവ്, ഭയം, ഭക്തി തുടങ്ങിയ വികാരങ്ങൾ വളർത്തുന്നു. സെറ്റ് ഓഫ് സിംബൽസ് ഇൻവോക്കിംഗ് ഫീലിംഗ്സ് ഓഫ് AWE, fear, respect, etc. Then you can write the symbols Om, cross, and the symbol of Islam religion. Second point is ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. നിരവധി റിച്വൽസ് ആൻഡ് സെറിമണീസ്, ഡിഫറെൻറ്റ് റിച്വൽസ് ആൻഡ് സെറിമണീസ് ആർ ദെയർ in religion. In each and every religion you can see different rituals and ceremonies. എല്ലാ സെറിമണീസും റിച്വൽസും ഡിഫറെൻ്റ് ആയിരിക്കും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാണപ്പെടുന്നു എന്നുള്ളതാണ്. ഓരോ മതങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ ഇത് രണ്ടും മാത്രം മതിയോ? ഈ ചിഹ്നങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മതമാകുന്നുണ്ടോ? ഇല്ല. മതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പുണ്ട്. അതാരാണ്? വിശ്വാസികളുടെ കൂട്ടമാണ്. ഒരു കൂട്ടം വിശ്വാസികൾ വേണം അല്ലേ, എന്നാലല്ലേ ഈ എന്താ പറയുക, ഈ പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തുവാനായിട്ട് ഒരു കൂട്ടം വിശ്വാസികളും മതത്തിന് ആവശ്യമാണ്. എ കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ് എന്ന് പറയുന്നു. ഇനി ഈ റിച്വൽ ആക്ട് എന്ന് പറയുമ്പം 1-2 എണ്ണം പറയുമ്പോൾ നമുക്ക് ഉത്സവം ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഇപ്പോൾ ഹിന്ദുക്കൾക്കാണെങ്കിൽ ചോറൂണ് ചടങ്ങ്, നൂലുകെട്ടൽ ചടങ്ങ്,
മരണാനന്തര ചടങ്ങുകൾ, പിന്നെ അതുപോലെ തന്നെ അമ്പലങ്ങളിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനകൾ, ക്രിസ്ത്യൻസിലാണെങ്കിൽ പള്ളിയിലുള്ള പ്രാർത്ഥനകൾ, മുസ്ലിംസിലാണെങ്കിൽ വെള്ളിയാഴ്ചകൾ തോറുമുള്ള പള്ളിയിലേക്കുള്ള പോക്ക്, നിസ്കാരം, ഇതൊക്കെ എന്താണ്? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ ഉണ്ട്, ചിലപ്പം ചില ദിവസങ്ങളിൽ ഫാസ്റ്റ് ചെയ്യുന്നു, റംസാൻ സമയത്ത് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു, ഹിന്ദുക്കളാണെങ്കിൽ തിങ്കളാഴ്ചകളിൽ ഫാസ്റ്റ് ചെയ്യുന്നു, അല്ലേ? അങ്ങനെ ഓരോ മതങ്ങൾക്കും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ റിച്വൽ ആക്ട്സ് ഇൻക്ലൂഡ് പ്രേയിങ്, സിംഗിങ്, ഫാസ്റ്റിംഗ് ആൻഡ് സോ ഓൺ. അൺലിമിറ്റഡ് ആയിട്ടുള്ള റിച്വൽ ആക്ടിവിറ്റീസുകൾ നമുക്കുണ്ട്. അത്രയുമാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിലിജൻ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ വലുപ്പം അനുസരിച്ച് ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വിശദമാക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഈ ആദരവ്, ഭയം എന്നൊക്കെ ബ്രാക്കറ്റ് എഴുതിയൊക്കെയാണ്. അതിന് നിങ്ങൾക്ക് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ, ചോദ്യത്തിൻ്റെ വലിപ്പം അനുസരിച്ച്. അപ്പം മനസ്സിലായല്ലോ, ഇത് വളരെ സിമ്പിൾ അല്ലേ? ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി പാട്. അപ്പോൾ ഇത് നിങ്ങൾ ഒത്തിരി അങ്ങനെ കടന്ന് പഠിക്കാതെ 3 രീതികളിൽ സമൂഹശാസ്ത്രം മതത്തെക്കുറിച്ച് പഠിക്കുന്നു. അനുഭവസിദ്ധമായ രീതി ഉപയോഗിച്ച്, താരതമ്യ പഠന രീതി ഉപയോഗിച്ച്, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളുമായി ബന്ധപ്പെടുത്തി, സംസ്കാരത്തിൻ്റെ മറ്റു തലങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും നാം മതത്തിനെ കുറിച്ച് പഠിക്കുന്നു എന്നും. മതപരമായ കാഴ്ചപ്പാടിൽ മതത്തിൻ്റെ ആശയങ്ങളും ആരാധന രീതികളും മതഗ്രന്ഥങ്ങളും ധർമ്മങ്ങളും കർത്തവ്യങ്ങളുമൊക്കെയാണ് മതപരമായി നാം പഠിക്കുന്നത്. അങ്ങനെ അതിനെ അങ്ങ് ചുരുക്കിയാൽ മതി. ഇവിടെ സാധാരണ എല്ലാ വർഷങ്ങളിലും കുട്ടികൾ ഇച്ചിരി പഠിക്കാൻ ബുദ്ധിമുട്ട് പറയുന്നതാണ്. പിന്നെ മതത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലായല്ലോ. ഇനി ഒരു കൂട്ടം വിശ്വാസികൾ, നമ്മളപ്പുറം പറഞ്ഞു അല്ലെ, ക്രിസ്തു മതവിശ്വാസി, ഇസ്ലാം മതവിശ്വാസി, ആചാരങ്ങൾ, മതപരമായ പ്രാർത്ഥന, മന്ത്രങ്ങൾ, ഗാനങ്ങൾ, ഉപവാസങ്ങൾ, ആഘോഷങ്ങൾ ഒക്കെ മതത്തിൻ്റെ ഭാഗമാണ്. ആചാരങ്ങൾ വ്യക്തികൾ സ്വകാര്യമായി നടത്തുന്നു, കൂട്ടമായും അനുഷ്ഠിക്കുന്നു. ഈ പറയുന്ന സെലിബ്രേഷൻസ് ഒക്കെ ചിലപ്പം ഇൻഡിവിജ്വലി ഒരാൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഇൻ ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യുന്നു. ആ ഗ്രൂപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ സൺഡേസിൽ ചർച്ചിൽ പോകുന്നു, അല്ലേ? ചർച്ചിൽ പോയിട്ട് ഒരു മെഴുകുതിരി കത്തിക്കാം, അല്ലെങ്കിൽ ചർച്ചിൽ പോകുമ്പം നമ്മൾ തലയിൽ കൂടെ തുണിയിടുന്നു. അപ്പം അങ്ങനെ നിരവധി അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ഓരോ റിലിജിയനും ഉണ്ടായിരിക്കും. ഇനി അടുത്തത്, അപ്പോൾ അത് കഴിഞ്ഞു. 6 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിച്ചാൽ അത്ര എഴുതിയാൽ മതി ഫീച്ചേഴ്സ്. ഇനി ഇതിനകത്തുള്ള 2 ചെറിയ ചോദ്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് മതത്തിന് വിശുദ്ധ മണ്ഡലമെന്നും അവിശുദ്ധ മണ്ഡലമെന്നും മതം സാധനങ്ങളെ അല്ലെങ്കിൽ സ്ഥലങ്ങളെ തരംതിരിക്കുന്നു, വിവരിക്കുക. ഇത് സാധാരണയൊക്കെ ചോദിക്കുന്നതാണ്. റിലിജിയൻ അബൌട്ട് സേക്രഡ് ആൻഡ് പ്രൊഫൈൻ എക്സ്പ്ലെയിൻ. വിശുദ്ധ മണ്ഡലം സേക്രഡ്, അവിശുദ്ധ മണ്ഡലം പ്രൊഫൈൻ എന്ന് പറയുന്നു. പരിശുദ്ധം ശുദ്ധം അല്ലാത്തത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ റിലിജനെ കുറിച്ച് നമ്മുടെ സമൂഹശാസ്ത്രജ്ഞരിലെ എമിൽ ദുർഖായം എന്ന് പറയുന്ന ആള് റിലിജനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് സോഷ്യോളജി ഓഫ് റിലിജൻ എന്ന് പറയുന്നത്. മതത്തിന്റെ സമൂഹശാസ്ത്രം എന്ന് പറയും. ഓക്കെ, സോഷ്യോളജി ഓഫ് റിലിജൻ, മതത്തിന്റെ സമൂഹശാസ്ത്രം. അപ്പോൾ അദ്ദേഹത്തിന്റെ മതത്തിന്റെ സമൂഹശാസ്ത്രം എന്ന പുസ്തകത്തിലാണ് ഈ വിശുദ്ധ ആശയത്തിനെ കുറിച്ചും അവിശുദ്ധ മണ്ഡലം അല്ലെങ്കിൽ വിശുദ്ധ മണ്ഡലം എന്നിവയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ. അപ്പോൾ മതം വിശുദ്ധ മണ്ഡലം അവിശുദ്ധ മണ്ഡലം എന്ന് സാധനങ്ങളെ അല്ലെങ്കിൽ സ്ഥലങ്ങളെ തരംതിരിക്കുന്നു, വിവരിക്കുക. വിശുദ്ധ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മണ്ഡലമാണ്, സീക്രട്ട് ഏരിയ എന്ന് പറയുന്നു. അവിടെ എത്തുമ്പോൾ നമ്മൾ തലയിൽ കൂടെ തുണിയിടാം, ചിലപ്പം ചെരുപ്പൂരാം, കാല് കഴുകാം, ചിലപ്പം നമ്മുടെ മനസ്സിൽ ഭയഭക്തി ബഹുമാനം കാരണം നമ്മൾ അവിടെ തറയിൽ കിടന്നുരുളാം, അല്ലേ? അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ വിശുദ്ധ മണ്ഡലത്തിൽ എത്തുമ്പോൾ ചെയ്യുന്നു. വിശുദ്ധ മണ്ഡലത്തിൽ ശുദ്ധിയുണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഏതെങ്കിലും ഒരു ശുദ്ധമുള്ള സ്ഥലത്ത് അവിശുദ്ധമായ ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പർശനം ഈ ശുദ്ധമായ സ്ഥലത്ത് അശുദ്ധമെന്ന് കരുതുന്നു. അപ്പോൾ അവിശുദ്ധമായ സാധനങ്ങളുടെ സ്പർശനം അല്ലെങ്കിൽ പ്രവേശനം ഈ വിശുദ്ധ സ്ഥലത്തേക്ക് നാം നിരോധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവിശുദ്ധമായത് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വര വേണമെങ്കിൽ ഇടാം കേട്ടോ. അവിശുദ്ധ മണ്ഡലം അല്ലെങ്കിൽ അവിശുദ്ധമായത്, ഇതിൻ്റെ സ്പർശനം പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ റിലിജിയൻ അബൌട്ട് സേക്രഡ് ആൻഡ് പ്രൊഫൈൻ എക്സ്പ്ലെയിൻ എന്നുള്ളതാണ്. ഇൻ സം പ്ലേസസ് or some places are considered as sacred places, and when we enter these places we show respect by covering head, taking off shoes, not wearing dresses, etc., rolling down, etc. Durkheim says sacred and profane are separate and seen in every society. Sacred എന്നും profane എന്നും പറയുന്നത് 2 വ്യത്യസ്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള ആശയങ്ങളാണ്. It can be seen everywhere in each and every society. You can see this type of ideologies. Sacred may be sacred എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മരമാവാം, അല്ലെങ്കിൽ ഒരു അമ്പലമാകാം, അല്ലെങ്കിൽ ഒരു കല്ലാവാം. ഓക്കെ. ആൻഡ് പീപ്പിൾ ബിലീവ് ദാറ്റ് there is supernatural power in this sacred elements.
മരത്തിൽ ശക്തിയുണ്ട്, അമ്പലത്തിൽ ശക്തിയുണ്ട്, പാറയിൽ ശക്തിയുണ്ടെന്നൊക്കെ ചില ഹിന്ദു വിശ്വാസികൾ പശു ഒരു സീക്രഡ് എലിമെൻ്റ് ആണെന്ന് കരുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ആൽമരം ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം സീക്രഡ് ആണ്. അപ്പോൾ ചില മതങ്ങൾ ഇങ്ങനെ പല എലിമെൻസിനെയും ഒക്കെ എന്താന്ന് പറയുന്നു, അതിന് സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്നും അത് സീക്രഡ് ആണെന്നും വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എമിൽ ദുർക്കൈം തന്റെ മതത്തിന്റെ സമൂഹശാസ്ത്രത്തിൽ അവിശുദ്ധ ആശയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. ഇത് ചോദിക്കാറുണ്ട്. സോഷ്യോളജി ഓഫ് റിലിജൻ, മതത്തിന്റെ സമൂഹശാസ്ത്രം എന്ന് പറയുമ്പം സോഷ്യോളജി ഓഫ് റിലിജൻ. അപ്പോൾ അത് ആരുടെ പുസ്തകമാണ് എന്ന് ചോദിക്കാം. സീക്രഡും പ്രൊഫൈനും എന്ന് പറയുന്ന ഐഡിയ പറഞ്ഞത് ആരെന്ന് ചോദിക്കാം. ഈവൻ മാച്ച് ദ ഫോളോയിങ്ങിൽ ഒരു സൈഡിൽ എമിൽ ദുർക്കൈം, മറ്റൊരു സൈഡിൽ സോഷ്യോളജി ഓഫ് റിലിജൻ, ഒരു സൈഡിൽ സീക്രഡ് എന്നോ പ്രൊഫൈൻ എന്നോ തരാം മാച്ച് ചെയ്യാനായിട്ട്. ഇനി എന്താ പറഞ്ഞ, വിശുദ്ധ വസ്തുക്കൾക്ക് പ്രകൃത്യാതീത ശക്തി ഉണ്ട് എന്ന് കരുതുന്നു. അവർക്ക് സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്നും നമ്മൾ വിശ്വസിക്കുന്നു. പ്രൊഫൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇംപ്യൂർ ആണ്. പ്രൊഫൈൻ ഈസ് ഇംപ്യൂർ എലിമെന്റ് ഇൻ റിലിജിയൻ ആൻഡ് ഡർക്കൈം റോട്ട് ദീസ് ആസ്പെക്ട്സ് ഇൻ ഹിസ് ബുക്ക് സോഷ്യോളജി ഓഫ് റിലിജിയൻ. ഇനി ഇത് സാധാരണ മിക്കവാറും മതങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ബുദ്ധമതത്തിലും കൺഫ്യൂഷനിസം എന്ന് പറയുന്ന ഒരു മതമുണ്ട്. ചൈനയിലൊക്കെ കാണപ്പെടുന്നതാണ്. ഈ ഒരു മതത്തിലും ഇത്തരത്തിലുള്ള ഒരു സങ്കല്പം കാണപ്പെടുന്നില്ല. ബുദ്ധിസം ആൻഡ് കൺഫ്യൂഷനിസം ഹാഡ് നോ കൺസെപ്ഷൻ ലൈക്ക് ദിസ്, അല്ലെങ്കിൽ ദേ ഹാഡ് നോ കൺസെപ്റ്റ് ലൈക്ക് ദിസ് എന്ന് പറയാം. ദേ കൺസിഡർ പീപ്പിൾ ആൻഡ് തിങ്സ് ആസ് സേക്രഡ്. അവർ ആളുകളെയും എന്താന്ന് കരുതുന്നു? സേക്രഡ് ആണെന്ന് കരുതുന്നു. ഇത്തരത്തിൽ ആരാധിക്കുന്നു. എന്നാൽ ഈ മതങ്ങൾ വ്യക്തികളെ ഇത്തരത്തിൽ ആരാധിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ബുദ്ധമതവും കൺഫ്യൂഷനിസവും വ്യക്തികളെ ഇത്തരത്തിൽ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എന്താ പറയുക, വിശുദ്ധ മണ്ഡലം അവിശുദ്ധ മണ്ഡലം എന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. മനസ്സിലായല്ലോ? അതും സിമ്പിളാണ്. ചില സാധനങ്ങൾ വിശുദ്ധമെന്നും ചിലത് അവിശുദ്ധമെന്നും കരുതുന്നു, സേക്രഡ് എന്നും പ്രൊഫൈൻ എന്നും കരുതുന്നു. വിശുദ്ധ മണ്ഡലം എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തേക്ക് പ്രവേശനത്തിന് ആയിട്ട് പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വിശുദ്ധ മണ്ഡലത്തിൽ പോകുമ്പോൾ നമുക്ക് പേടി ഉണ്ടായിരിക്കാം, ബഹുമാനം ഉണ്ടായിരിക്കാം. നമ്മൾ ചിലപ്പം തലയിൽ കൂടെ തുണിയിട്ട് മൂടാം, അല്ലെങ്കിൽ ഡ്രസ്സ് ധരിക്കാതെ പോകാം, ചെരിപ്പൂരാം. ഇത്തരത്തിലുള്ള ഭയഭക്തി ബഹുമാന വികാരങ്ങൾ നാം അവിടെ പ്രകടിപ്പിക്കും. ഇനി അവിശുദ്ധമായ എന്തെങ്കിലും വിശുദ്ധ മണ്ഡലത്തിൽ കയറ്റി കഴിഞ്ഞാൽ അത് അവിടെ ശുദ്ധി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അവിശുദ്ധമായതിന്റെ സ്പർശനവും പ്രവേശനവും ഒക്കെ മതം നിരോധിച്ചിരിക്കുന്നു. ഈ ഒരു ആശയം എമിൽ ദുർക്കൈമാണ് മുന്നോട്ട് വച്ചത്. അദ്ദേഹത്തിന്റെ മതത്തിന്റെ സമൂഹശാസ്ത്രം അഥവാ സോഷ്യോളജി ഓഫ് റിലിജിയൻ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു ആശയത്തിനെ കുറിച്ച് പറഞ്ഞത്. വിശുദ്ധ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് അമ്പലം, വൃക്ഷം, വിഗ്രഹം എന്നൊക്കെ പറയാം. ഈ വിശുദ്ധ വസ്തുക്കൾക്ക് സൂപ്പർ നാച്ചുറൽ പവർ അല്ലെങ്കിൽ പ്രകൃത്യാതീത ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സം ബിലീവ് ദർ ഈസ് സൂപ്പർ നാച്ചുറൽ പവർ ഇൻ ദിസ് സീക്രട്ട് എലിമെന്റ്. ഓക്കെ, പിന്നെ നമ്മൾ ബുദ്ധിസത്തിനെ കുറിച്ചും കൺഫ്യൂഷനിസത്തിനെ കുറിച്ചും പറയുന്നു. ഇനി അടുത്തത്, ഈ മതത്തിനകത്തെ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ചില പെരുമാറ്റങ്ങളൊക്കെ ഉണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കാം, അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നു. ഇങ്ങനെ മെഴുകുതിരി കത്തിക്കുന്നതും ഒരു കറണ്ട് പോകുമ്പോൾ നമ്മൾ തിരി കത്തിക്കുന്നതും വ്യത്യസ്തമാകുന്നു. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, അപ്പോൾ ഈ വിളക്ക് പള്ളിയിൽ കത്തിക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? അതിനകത്ത് നമ്മുടെ മനസ്സിൽ ഒരു സേക്രഡ് എന്ന ഒരു ചിന്തയുണ്ട്, ഭയഭക്തി ബഹുമാനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ വളരെ ഡിസിപ്ലിനായിട്ടായിരിക്കും ഈ അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് മെഴുകുതിരി കത്തിക്കുന്നത്. നേരെ മറിച്ച് ഇതേ വികാരത്തോടു കൂടിയാണോ നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നത്? അല്ല. കത്തിക്കുന്നത് രണ്ടും മെഴുകുതിരിയാണെങ്കിലും കറണ്ട് പോകുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പ്രത്യേക വികാരങ്ങളൊന്നുമില്ലാതെയാണ് നാം തിരി കത്തിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈറ്റിംഗ് എ കാൻഡിൽ ഇൻ ചർച്ച് ആൻഡ് ലൈറ്റിംഗ് എ ലാമ്പ് വെൻ ദ കറണ്ട് ഗോസ്. അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്കൊക്കെ അറിയില്ലേ? അപ്പം അതിൻ്റെ കാരണം എന്തായിരിക്കും? ഈ ഒരു സ്ഥലത്ത് നമ്മൾ ചർച്ചിൽ പോയിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രത്യേക വികാരങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ട് നമ്മൾ അതായത് കറണ്ട് പോകുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വികാരങ്ങളൊന്നും തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഇതിൻ്റെ ബാലൻസ് പഠിക്കുന്നത്.